സാദിഖ് അലി തങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിലെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച സമസ്ത നേതാക്കൾ. പാണക്കാട്ടെ ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഐക്യത്തിന് വേണ്ടിയാണ് ഖേദപ്രകടനം നടത്തുന്നത് എന്നും ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തലൂർ എന്നിവരുടെ അറിയിപ്പിൽ പറയുന്നു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായുള്ളത്. ഷഹീദ്, സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം തുറന്നു തന്നെ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ പരസ്യമായിട്ടാണ് മാപ്പ് പറയേണ്ടത് എന്ന് ലീഗ് ഖണ്ഡിതമായ നിലപാടെടുത്തിരുന്നു. സമ്പൂർണ്ണമായി ലീഗിന് വഴങ്ങുകയാണോ സമസ്ത വിമത വിഭാഗം? അവരുടെ വെടിനിർത്തലായി ഇതിനെ കാണാമോ? അഭിലാഷ്, ലീഗ് സമസ്ത തർക്കം നാടകീയമായ സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും പ്രസംഗത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ അത് വലിയ വിവാദമായി. ഇതേ തുടർന്നാണ് ജിഫ്രി തങ്ങൾ തന്നെ മുൻകൈയെടുത്ത് കഴിഞ്ഞ ദിവസം പാണക്കാട് ഒരു ചർച്ച സംഘടിപ്പിച്ചത്. സമസ്ത നേതാക്കന്മാരും പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ ആ ചർച്ചയിലുണ്ടായിരുന്നു. ചർച്ചയിലെടുത്ത തീരുമാനം ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അതായത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി. അക്കാര്യങ്ങളൊക്കെ സമസ്ത സാദിഖ് അലി തങ്ങളെ ബോധ്യപ്പെടുത്തി. ഉണ്ടായ സാഹചര്യങ്ങളിൽ എല്ലാവരും പരസ്പരം കാര്യങ്ങൾ വ്യക്തത വരുത്തി എന്നതൊക്കെ ആയിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ സമസ്ത നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതോടുകൂടി പരസ്പരം ഐക്യം, സമവായം ഉണ്ടാകുന്നു, സമസ്തയും ലീഗും തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രതീതിയായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. പരസ്യമായി മാധ്യമപ്രവർത്തകരോട് ഈ പാണക്കാട്ടെ ചർച്ചയിലുണ്ടായ തീരുമാനമല്ല സമസ്ത നേതാക്കൾ പറഞ്ഞത് എന്നുള്ള ഒരു നിലപാടുമായി രംഗത്ത് വന്നു. ഖേദപ്രകടനം നടത്തണം എന്നുള്ളതായിരുന്നു ചർച്ചയിലെ ധാരണ. എന്നാൽ സമസ്ത നേതാക്കൾ അത് പാലിച്ചില്ല എന്നുള്ള പ്രതിഷേധ രൂപത്തിൽ രംഗത്ത് വന്നു. ഇതോടെയാണ് ഇപ്പോൾ സമസ്ത നേതാക്കൾ ജിഫ്രി തങ്ങൾ തന്നെ വീണ്ടും മുൻകൈയെടുത്ത് ഈ പറയുന്ന സമസ്ത നേതാക്കന്മാരുമായും ജിഫ്രി തങ്ങളും സംസാരിച്ച് ഇനി ഖേദപ്രകടനം നടത്താതെ ഈ തർക്കപരിഹാരം നീണ്ടുപോകണ്ട എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ സമസ്ത നേതാക്കൾ പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഖേദപ്രകടനം നടത്തുന്നു എന്നൊരു പരസ്യ പ്രസ്താവന ഇപ്പോൾ ഈ സമസ്ത നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷമുള്ള ഇനി ലീഗിന്റെ പ്രതികരണം അറിയേണ്ടതുണ്ട്. ഈ ഖേദപ്രകടനം കൊണ്ട് ലീഗ് നേതൃത്വം തൃപ്തരാണോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ ഖേദമെങ്കിൽ ഖേദം അത് പ്രകടിപ്പിച്ച് ഈ ഐക്യത്തിന്റെ പാതയിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. അഭിലാഷ്, പരസ്യമായ ഖേദപ്രകടനം മാത്രമാണ് ഉപാധി എന്നുള്ളതാണ്, മാത്രമാണ് അതിനൊരു പരിഹാരം എന്നുള്ളതാണ് ലീഗ് നേരത്തെ സ്വീകരിച്ചൊരു നിലപാട്. തീർച്ചയായും അത് ലീഗിന് സമസ്തയിലെ വിമത വിഭാഗം വഴങ്ങുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ്.